കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ യുദ്ധകാണ്ഡത്തിലത്തെ 6-ാം സർഗത്തിലത്തെ 32-ാമത്തെ ശ്ലോകം ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, രാമബാണം ഏറ്റിട്ട് മുറിപ്പെട്ടുകൊണ്ട് അഹങ്കാരം ശമിച്ച് ദുഃഖിക്കണ രാവണൻ അതിലജ്ജയോടുകൂടി ലങ്ക രാജധാനിയിൽ പ്രവേശിച്ചു. രാമനും ഭൂമിയിൽ വീണ് ബോധം കെട്ട് കിടക്കാൻ ലക്ഷ്മണനെ കണ്ടിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ മനുഷ്യ സ്വഭാവത്തെ അംഗീകരിച്ച് ലീലയാ ദുഃഖം നടിച്ചു. അങ്ങനെയാണല്ലേ ഭഗവാന്റെ മനുഷ്യനാട്യം. അത്ഭുതം തന്നെയാണ്. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി 33, 32-ത്തെ ഒരു 34-ത്തെ ഒരു വരി അങ്ങനെയൊക്കെ പകുതിയൊക്കെ കേട്ടോ. തതപ്രാഹ ഹനുമന്തം വത്സ ജീവയ ലക്ഷ്മണം. ഇനി മഹൗഷധീഹി സമാനീയ പൂർവവദ്വാനരാനബി തഥേതി രാഘവേണോക്തോ ജഗാമാശു മഹാകവിഃ. ഹനുമാൻ വായുവേഗേന ക്ഷണാത്തീർത്വാ മഹോദധിഃ. തതഃ ഹനുമന്തം പ്രാഹ. അപ്പോൾ വേഗം ഇങ്ങനെ ദുഃഖം നടിച്ചിട്ടേ ഭഗവാനെ ഹനുമാനോട് പറഞ്ഞു, വത്സ, ഹേ വത്സ, സ്നേഹമായിട്ട് വിളിക്കണം. മഹൗഷധീഹി സമാനീയ. ആ മഹാ ഔഷധങ്ങളെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ട് പൂർവവത് മുമ്പത്തെ പോലെ ലക്ഷ്മണം വാനരാൻ അഭി ലക്ഷ്മണനെയും മോഹാസ്യപ്പെട്ട് കിടക്കുന്ന വാനരന്മാരെയും ജീവിപ്പിച്ചാലും രാഘവേണ ഉക്ത മഹാകവി ഹനുമാൻ. ഇങ്ങനെ ശ്രീരാമനാൽ പറയപ്പെട്ട ഹനുമാൻ തഥാ ഇതി, ശരി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വായുവേഗേന ക്ഷണാത് മഹോദധിം തീർത്തുക. വായുവേഗത്തിൽ ആ സമുദ്രത്തെ തരണം ചെയ്ത് ആശു ജഗാമ വേഗം പോയിന്ന്. അപ്പോൾ സാധാരണ മനുഷ്യരെ പോലെ ദുഃഖം നടിച്ച് കരഞ്ഞും കൊണ്ട് ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു, ഹേ ഹനുമാൻ, മുമ്പ് കൊണ്ടുവന്നിട്ട് അവരൊക്കെ ജീവിപ്പിച്ചല്ലോ, അതുപോലെ മഹൗഷധങ്ങൾ കൊണ്ടുവന്ന് ലക്ഷ്മണനെയും യുദ്ധത്തിന് മരിച്ചു കിടക്കണം വാനന്മാരെയൊക്കെ വേഗം ജീവിപ്പിക്കൂ എന്ന് ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട ഉടനെ വാനരോത്തമനായിട്ടുള്ള ഹനുമാൻ വായുവേഗത്തിൽ സമുദ്രം ചാടിക്കടന്ന് പോയി. തതപ്രാഹ ഹനുമന്തം വത്സ ജീവയ ലക്ഷ്മണം. ലക്ഷ്മണനെ ജീവിപ്പിക്കുന്ന മഹൗഷധീഹി സമാനീയ. എങ്ങനെ ഔഷധം കൊണ്ടുവന്നിട്ട് പൂർവവദ്വാനരാനബി മുമ്പ് ചെയ്തില്ലേ രാമന്മാരെ ജീവിച്ചില്ലേ അതുപോലെ. തഥേതി രാഘവേണോക്തോ, ശരി, തഥാ ഇതി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് രാഘവൻ പറഞ്ഞതേ ജഗമാശ് മഹാകവിഃ. വേഗം പോയി ഹനുമാൻ വായുവേഗേന ക്ഷണാത്തീർത്വാ മഹോദധി. വായുവേഗത്തിൽ മഹാസമുദ്രത്തെ കടന്നു. 35 വരി. ഏതസ്മിന്നന്തരേ ചാര രാവണായന്യവേദയൻ. ഇനി 35. രാമേണ പ്രേഷിതോ ദേവാ ഹനുമാൻ ക്ഷീരസാഗരം ഗതോ നേതും ലക്ഷ്മണസ്യ ജീവനാർത്ഥം മഹൗഷധി. ഏതസ്മിൻ അന്തരെ, ഇങ്ങനെ ഹനുമാൻ പോയ സമയത്ത് ചാരന്മാർ, എല്ലാ രാജാക്കന്മാർക്കും ചാരന്മാരുണ്ടല്ലോ. അപ്പോൾ ഈ രാവണൻ്റെ ചാരന്മാർ രാവണായ നിവേദയൻ, രാവണനെ അറിയിച്ചു. എന്ത്? ദേവാലയോ മഹാരാജാവേ, ലക്ഷ്മണസ്യ ജീവനാർത്ഥം, ലക്ഷ്മണനെ ജീവിപ്പിക്കാനായിട്ട് മഹൗഷധി ആനേതും ഔഷധം വൃക്ഷങ്ങൾ കൊണ്ടുവരാനായിട്ട് രാമേണ ക്ഷീരസാഗരം പ്രേഷിത ഹനുമാൻ ഗത. രാമനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് പാൽക്കടലിലേക്ക് ഹനുമാൻ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് രാവണൻ്റെ ചാരന്മാർ രാവണൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹേ രാജാവേ, ലക്ഷ്മണനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഔഷധങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രീരാമൻ ഹനുമാനെ പാൽക്കടലിലേക്ക് അയച്ചു. ഹനുമാൻ പോയിരിക്കണു ഔഷധം കൊണ്ടുവരാൻ, ലക്ഷ്മണനെ ജീവിപ്പിക്കാൻ.
ആ കാര്യം ചാരന്മാർ രാവണനോട് പറഞ്ഞു. ഏതസ്മിന്നന്തരേ ചാര രാവണായ ന്യവേദയൻ രാമേണ പ്രേഷിതോ ദേവാ ഹനുമാൻ ക്ഷീരസാഗരം ഗതോ നേതും ലക്ഷ്മണസ്യ ജീവനാർത്ഥം മഹൗഷധീഹി. ഇനി നമുക്ക് 36 വായിക്കാം. ശ്രുത്വാ തച്ചാരവചനം രാജ ചിന്താപരോഭവത്. അഭവത് നാട്ടോ, ചിന്താപരഃ അഭവത് ഒന്നിച്ചാവുമ്പോൾ ചിന്താപരോഭവത്. ജഗാമ രാത്രാവേകാഗി കാലേ നമി ഗൃഹം ക്ഷണാത്. തത്വര ചാരവചനം ശ്രുത്വ. ആ ചാരൻ്റെ വാക്കുകൾ കേട്ടിട്ട് രാജ ചിന്താപര അഭവത്. അതായത് രാവണൻ ചിന്താവിഷ്ടനായിത്തീർന്നു. രാത്രിയിൽ ഏകാകി തന്നെ ക്ഷണാൽ കാലേനമിഗൃഹം ജഗാമ. ക്ഷണത്തിൽ കാലനേമിയുടെ ഗൃഹത്തെ, കാലനേമിയാണ് കേട്ടോ, തെറ്റിയിട്ടാണ് ഇതിന്. കാലനേമി ഗൃഹ എന്നാണ് വേണ്ടത്. ഇതിൽ കാലേനമി എന്നായിരുന്ന കാലനേമി ഗൃഹം ക്ഷണാത്നാണ്. അതായത് കാലനേമി എന്ന് പറഞ്ഞൊരു രാക്ഷസൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. അതായത് ഈ ചാരന്മാർ പറഞ്ഞില്ലേ, ഇങ്ങനെ ഹനുമാനെ പാൽക്കടലിലേക്ക് അയച്ചെടുക്കുകയാണ് ശ്രീരാമൻ ഔഷധം കൊണ്ടിട്ട് ലക്ഷ്മണനെ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ചു നേരം ആലോചിച്ചു, ചിന്താവിഷ്ടനായിത്തീർന്നു. എന്നിട്ട് പിന്നെ രാവണൻ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ അകമ്പടിയോട് കൂട്ടൊക്കെ പുള്ളു രാജാക്കന്മാർ ഒറ്റയ്ക്ക് ആരെയും കൂടാതെ കാലനേമി പറഞ്ഞൊരു രാക്ഷസുണ്ട്, അവൻ്റെ വീട്ടിലേക്ക്, ഗൃഹത്തിലേക്ക് പോയി. അതാണ് ഇതിൽ പറഞ്ഞത്. ശ്രുത്വാ തച്ചാരവചനം രാജാ ചിന്താപരോഭവത് ജഗാമ രാത്രാവേകാകി കാലനേമി ഗൃഹം ക്ഷണാത്. ഗൃഹാഗതം സമാലോക്യ രാവണം വിസ്മയാന്വിതഃ കാലനേമിരുവാചേദം പ്രാഞ്ജലിർഭയവിഹ്വലഃ അർഘ്യാധികം തത് കൃത്വാ രാവണസ്യാഗ്രതസ്ഥിതഃ. വലിയ ബഹുമാനത്തോടു കൂട്ടാണ്. ഗൃഹാഗതം രാവണം സമാലോക്യ. ഇങ്ങനെ അകമ്പടിയൊന്നും ഇല്ലാതെ തന്നെ അർദ്ധരാത്രി തൻ്റെ ഗൃഹത്തിൽ രാവണൻ വന്നത് കണ്ടിട്ട്, അതാണ് ഗൃഹത്തിൽ ആഗമിച്ചിരിക്കുന്ന രാവണനെ കണ്ട് വിസ്മയാന്വിത ഭയവിഹ്വലഃ കാലനേമി. അത്ഭുതവും ഭയവും തോന്നി. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് കൊല്ലാൻ വരികയാണോ വെച്ചല്ലോ. അപ്പോൾ അത്ഭുതത്തോടും ഭയത്തോടും കൂടി കാലനേമി തതഹ അർഘ്യാധികം കൃത്വ, വേഗം കാലൊക്കെ കഴുകിച്ച് അർഘ്യാദികളൊക്കെ സമർപ്പിച്ചിട്ടൊരു ഒരു അതിഥി വന്നാൽ എന്താ വേണ്ട വെച്ചാൽ അതൊക്കെ ചെയ്തിട്ട് രാവണസ്യ അഗ്രതഹസ്ഥിത, രാവണൻ്റെ അടുത്ത് നിന്നു വളരെ വിനയത്തോടു കൂടിയിട്ട് ഇതം ഉവാച, ഇങ്ങനെ പറഞ്ഞു. അതായത് രാവണൻ ഒറ്റയ്ക്ക് രാത്രി സമയം തൻ്റെ ഗൃഹത്തിൽ വന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടില്ല. ആ കാലനേമി അത്ഭുതം മാത്രമല്ല, ഭയപ്പെട്ട് വിറച്ച് കൈകൂപ്പി തൊഴുത് അർഘ്യപാദാദികളൊക്കെ സമർപ്പിച്ച് രാവണൻ്റെ മുമ്പിൽ വളരെ വിനയത്തോടുകൂടി ചെന്ന് നിന്ന് ഇപ്രകാരം കാലനേമി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഗൃഹാഗതം സമാലോക്യ രാവണം വിസ്മയാന്വിതം കാലനേമിരുവാചേദം പ്രാഞ്ജലിർഭയവിഹ്വലഃ അർഘ്യാധികം തത് കൃത്വാ രാവണസ്യാഗ്രതസ്ഥിതഃ. മുമ്പിൽ എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞതാണ് 3 ശ്ലോകം. കിന്തേ കരോമി രാജേന്ദ്ര കിമാഗമന കാരണം കാലനേമിമുവാചേദം രാവണോ ദുഃഖപീഡിതഃ മമാപി കാലവശതഃ കഷ്ടമേതദുപസ്ഥിതം മയാ ശക്ത്യാ ഹതോ വീരോ ലക്ഷ്മണപതിതോ ഭുവി തം ജീവയിതും ആനേതും ഓഷധീർഹനുമാൻ ഗതഃ യഥാ തസ്യ ഭവേദ്വിഘ്നം തഥാ കുരു മഹാമതേ. എന്താ പറയണറിയോ രാവണൻ കാലനേമിയോട് എന്താ അപേക്ഷിക്കണ, ഹെൽപ്പ് ചോദിക്കുക. എന്താ അറിയോ, രാജേന്ദ്ര തേ കിം കരോമി. അപ്പോൾ ആദ്യം കാലനേമി ഇങ്ങോട്ട് ചോദിച്ചു, രാജാവേ തേ കിം കരോമി, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആഗമന കാരണം കിം, ഇവിടെ ഇങ്ങനെ അർദ്ധരാത്രി ഒറ്റയ്ക്ക് അകമ്പടിയില്ലാതെ വരാൻ എന്താ കാരണം? ദുഃഖപീഡിത രാവണ, ദുഃഖം കൊണ്ട് പീഡിതനായിട്ടുള്ള രാവണൻ കാലനേമിം ഇതം ഉവാച. കാലനേമിയോട് എന്താ പറഞ്ഞ? രാവണൻ അപ്പം മറുപടി പറഞ്ഞു, എന്താ? കാലവശത, കാലദോഷം കൊണ്ട് മമ അഭി, എനിക്കും ഏതത് കഷ്ടമുപസ്ഥിതം, എനിക്കും കഷ്ടകാലം ആണ് ഇപ്പോൾ. കാലം കൊണ്ട് കാലത്തിൻ്റെ പരിണാമത്തിൽ എനിക്കിതപ്പോൾ കഷ്ടം സംഭവിച്ചിരിക്കുന്നു. ദുഷ്ഷമങ്ങൾ മയാ ശക്തിയ ഹതഃ വീര ലക്ഷ്മണ,
എൻ്റെ ശക്തി എന്ന് പറഞ്ഞിട്ടൊരു ഒരു വില്ലോണ്ടോ അമ്പോണ്ടോ എന്തായാലും എൻ്റെ ശക്തി കൊണ്ട് ഹനിക്കപ്പെട്ട വീരനായിട്ടുള്ള ഈ ലക്ഷ്മണൻ ഭൂവി പതിത ഭൂമിയിൽ കിടക്കുകയാണ്, ബോധം കെട്ട് കിടക്കണ്ട, മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയാം. തം ജീവയിതും അവനെ ജീവിപ്പിക്കാനായിക്കൊണ്ട് ഔഷധീഹി ആനേതും അതായത് ഔഷധം കൊണ്ടുവരാനായിട്ട് ഹനുമാൻ ഗതഹ ഹനുമാൻ പോയിട്ടുണ്ട് പാലാഴി തീരത്തേക്ക്. തസ്യ യഥ വിഘ്നം ഭവേത് അവനെ എങ്ങനെയായാലാണ് വിഘ്നം അവനെ തിരിച്ചു വരാൻ സമ്മതിക്കാതെ, അതായത് അവന് ആ മരുന്നും കൊണ്ട് തിരിച്ചു വരാൻ വിഘ്നം ഉണ്ടാക്കണം, അതാണ് ഭവിക്കുമോ മഹാമതേ തഥാ കുരു. അങ്ങനെ ആ ഹനുമാൻ ഔഷധം കൊണ്ടുവരുന്നതിന് വിഘ്നം എങ്ങനെയായാലാണ് ഉണ്ടാവുക വെച്ചാൽ അതൊന്ന് ചെയ്യണം എന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യം കാലനേമി അങ്ങോട്ട് ചോദിച്ചു, ഹേ രാജാവേ, ഞാൻ അവിടത്തേക്ക് എന്ത് ഉപകാരമാണ് ചെയ്യേണ്ടത്, ഇപ്പം ഇങ്ങോട്ട് വരാൻ എന്താ കാരണം? അപ്പോൾ ദുഃഖപരവശനായിട്ടുള്ള രാവണൻ കാലനേമിയോട് പറഞ്ഞു, കാലദോഷം കൊണ്ട് എനിക്കും വല്ലാത്ത ഒരു കഷ്ടാവസ്ഥയിലാണ് ഞാനും ഇരിക്കുന്നത്. ശക്തി എന്ന ഒരു വലിയ ആയുധമുണ്ട് എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ലക്ഷ്മണൻ ഹനിക്കപ്പെട്ടു, ഇത് ഭൂമിയിൽ വീണ് കിടക്കുകയാണ്. അവനെ ജീവിപ്പിക്കാനുള്ള ഔഷധം കൊണ്ടുവരാൻ ഹനുമാൻ പോയിട്ടുണ്ട് ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം. ബുദ്ധിമാനായ നീയ് ഹനുമാനെ എങ്ങനെയാണ് വിഘ്നപ്പെടുത്തേണ്ടതെന്നാണ് നല്ലോണം ആലോചിച്ച് വിഘ്നപ്പെടുത്താൻ വേണ്ട കാര്യം നീ എനിക്ക് ചെയ്തു തരണം. അതായത് ഹനുമാൻ മരുന്നും കൊണ്ട് വരാണ്ട നോക്കണം ഇങ്ങോട്ട്, അതാണ് കാര്യം. അപ്പോൾ 38, 39, 40 അതാണ് രാവണൻ്റെ റിക്വസ്റ്റ്. ആരോടെ? കാലനേമിയോടെ. കിന്തേ കരോമി രാജേന്ദ്ര കിമാഗമന കാരണം കാലനേമിമുവാചേദം രാവണോ ദുഃഖപീഡിതഃ മമാഭി കാലവശതഃ കഷ്ടമേതദുപസ്ഥിതം. ഞാൻ കഷ്ടകാലം എന്നെയും ബാധിച്ചിരിക്കണമെന്ന്. മയാ ശക്തിയ ഹതോ വീരോ ലക്ഷ്മണ പതിതോ ഭുവി. ഞാൻ കൊന്ന ലക്ഷ്മണൻ വീണ് കിടക്കണ്ടേ. തം ജീവയിതും ആനേതും ഓഷധീർ ഹനുമാൻ ഗത. ജീവിപ്പിക്കാനാണ് ഹനുമാൻ പോയിരിക്കണതേ, ഔഷധം കൊണ്ടുവരാൻ. യഥാ തസ്യ ഭവേദ് വിഘ്നം ഉണ്ടാക്കണം. തഥാ കുരു മഹാമതേ. എങ്ങനെയാണ് വിഘ്നം ഉണ്ടാക്കുക? അതുപോലെ നീ ചെയ്യണം എന്ന് പറഞ്ഞു. 41 മായയാ മുനിവേഷേണ മോഹയസ്വ മഹാകവിം കാലാത്യയോ യഥാ ഭൂയാ തഥാ കൃത്വൈഹി മന്ദിരേ. മായയാ മുനിവേഷേണ. മായാവികളാണല്ലോ എല്ലാ രാക്ഷസന്മാരും, അവർക്ക് നല്ല മായയുണ്ട്. അതുകൊണ്ട് എന്തുണ്ട്? മായ കൊണ്ട് മുനിവേഷം ധരിച്ച് മഹാകവി മോഹയസ്വ മഹാനായ ആ കവി മീൻസ് ഹനുമാനെ മോഹിപ്പിച്ചാലും, മായാവേഷം കെട്ടിയിട്ട് ഒരു മുനിയുടെ വേഷത്തിൽ പോയിട്ട് ഹനുമാനെ മോഹിപ്പിക്കുക മീൻസ് പറ്റിക്കുക. കാലാത്യഹ യഥാ ഭൂയാത്. കാലാതിക്രമം, അതായത് കാലത്തിന് എനിക്ക് കഷ്ടകാലം അതിനെ അതിക്രമിക്കാൻ എങ്ങനെയായാലാണ് സാധിക്കുക. തഥാകൃത്വ അപ്രകാരം ചെയ്തിട്ട് മന്ദിരെ ഏഹി വേഗം നീയെ മന്ദിരത്തിലേക്ക് വന്നാലും. അതായത് എന്താണ്? മായാപ്രയോഗം കൊണ്ട് ഒരു മുനിയുടെ വേഷം ധരിച്ച് ഹനുമാനെ നീ മോഹിപ്പിക്കണം. ഹനുമാൻ്റെ യാത്രയ്ക്ക് എങ്ങനെയെങ്കിലും കാലതാമസം വരുത്തണം. അങ്ങനെ ഹനുമാൻ്റെ ഈ ഇങ്ങോട്ടുള്ള വരവിനെ വിഘ്നം നൽകി അല്ലെങ്കിൽ കാലതാമസം വരുത്തി വെച്ചതിന് ശേഷം നിൻ്റെ വീട്ടിലേക്ക് തന്നെ നീ മടങ്ങി വന്നോളൂ എന്ന് പറഞ്ഞു. മായയാ മുനിവേഷേണ മോഹയസ്വ മഹാകവിം. അതായത് ഹനുമാനെ മോഹിപ്പിക്കാൻ. അപ്പോൾ കുറേ ഡിലേ വരുമല്ലോ, വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ താമസമാവും. അപ്പോൾ ഒന്നും കൂടിയും പോയിട്ട് രാവണി യുദ്ധം ചെയ്യാനൊക്കെ സമയം ഉണ്ടാവി. കാലാത്യയോ യഥാ ഭൂയാ തഥാ കൃത്വൈഹി മന്ദിരേ. കാലതാമസം വരുവാൻ തക്ക വിധം നീ എന്താ വേണ്ടച്ചാ ചെയ്യണമെന്ന്. 42 രാവണസ്യ വച ശ്രുത്വാ കാലനേമിരുവാചതം രാവണേശ വചോ മേധ്യ ശൃണുധാരയ തത്വതാ. രാവണസ്യ വചഃ ശ്രുത്വ. രാവണൻ്റെ വാക്ക് കേട്ടിട്ട് കാലനേമിത്വം ഉവാച. കാലനേമി രാവണനോട് പറഞ്ഞു, ഈശ രാവണ, രാജാവായിട്ടുള്ള രാവണ, മേ വച അദ്യ ശൃണു. എൻ്റെ ഈ വാക്കൊന്ന് ആദ്യം കേൾക്കൂട്ടോ. ആദ്യം അതൊന്ന് കേൾക്കൂ, ഇപ്പം അത് കേൾക്കൂ. തത്വതഃ ധാരയ. പരമാർത്ഥം എന്താണെന്നൊന്ന് ധരിച്ചാൽ എനിക്ക് 2 വാക്ക് അങ്ങോട്ട് പറയുന്നുണ്ട് പോണേൻ്റെ മുമ്പ് വെച്ചാൽ ഇതൊന്ന് കേൾക്കൂ, എന്നിട്ട് പിന്നെ എന്താ വേണ്ട വെച്ചാൽ ചെയ്യാം എന്നുള്ള പോലെ. രാവണൻ പറഞ്ഞത് കേട്ടിട്ട് കാലനേമി അപ്പോൾ രാവണനോട് പറഞ്ഞു, ഹേ സ്വാമിൻ രാവണ, ഞാൻ പറയുന്നതിന് ഇപ്പം അങ്ങൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ.
അത് സത്യമാണ്, അതിനെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ 4 ശ്ലോകമാണ് കേട്ടോ. പ്രിയം തേ കരവാണ്യേവ ന പ്രാണാൻ ധാരയാമ്യഹം മാരീചസ്യ യഥാരണ്യേ പൂരാഭൂൻ മൃഗരൂപിണഃ തഥൈവ മേ ന സന്ദേഹോ ഭവിഷ്യതി ദശാനന ഹതാഃ പുത്രാശ്ച പൗത്രാശ്ച ബാന്ധവാ രാക്ഷസാശ്ച തേ ഘാതയിത്വാ സുരകുലം ജീവിതേനാപി കിം തവ രാജ്യേന വാ സീതയാ വാ കിം ദേഹേന ജഡാത്മനാ സീതാം പ്രയച്ഛ രാമായ രാജ്യം ദേഹി വിഭീഷണേ വനം യാഹി മഹാബാഹോ രമ്യം മുനിഗണാശ്രയം. നല്ല ഉപദേശം കൊടുക്കണം. അപ്പോൾ കാലനേമി എത്ര ആളായി ഉപദേശിക്കണം നോക്കൂ. കുംഭകർണൻ അല്ലേ, വിഭീഷണൻ, പിന്നെ ആ ശുകൻ, ആ പിന്നെ ദൂതൻ ഇല്ലേ, ഇതപ്പം കാലനേമി ഉപദേശിക്കണം. കേട്ടോളൂ. തേ പ്രിയം കരവാണി ഏവ, അങ്ങയുടെ ഹിതം, അതായത് അങ്ങക്ക് ഏതാ ശ്രേയസ്കരം വെച്ചാൽ അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അങ്ങയുടെ പ്രിയാണ് പറയണത്. പ്രിയം മീൻസ് അല്ല ഞാൻ അങ്ങയുടെ പ്രിയത്തെ ഞാൻ ചെയ്യാം, ഞാൻ അങ്ങ് പറയണത് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ നിശ്ചയം അഹം പ്രാണാന്ന ധാരയാമി, ഞാൻ അങ്ങനെ പോയാൽ എൻ്റെ ജീവനത്തോടെ ഞാൻ തിരിച്ചു വരില്ല. പ്രാണന്ന ധാരയാമി പറഞ്ഞാൽ ഞാൻ പോവാം, അങ്ങയ്ക്ക് പ്രിയം, ഞാൻ പോവാണ്, അങ്ങയ്ക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ പോവാം, പക്ഷെ ഞാൻ ജീവനോടെ തിരിച്ചു വരില്ല. പുരാ മൃഗരൂപിണ മാരീചസ്യ, പണ്ട് ഒരു മാനിൻ്റെ വേഷമെടുത്ത മാരീചന് അരണ്യേ യഥ, കാട്ടിൽ ഏത് വിധാണ് മരണം ഉണ്ടായ തഥായേവം മേ എന്ന സന്ദേഹം, അതന്നെ എനിക്കും സംഭവിക്കും. മാരീചൻ അപ്പം തന്നെ വയ്യ പറഞ്ഞു. അപ്പം മാനായിട്ട് പോയിട്ട് സീതയെ മോഹിപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങ് പറഞ്ഞ് കൂട്ടാക്കാഞ്ഞാൽ കൊല്ലൂല. അപ്പോൾ പോയി അല്ലേ, പോയിട്ടെന്താ അവിടെ വെച്ച് മരിച്ചു. അതേ വിധി എനിക്കും ഉറപ്പാണ് എന്ന സന്ദേഹം, എനിക്ക് സംശയമില്ല. ദശാനനാഹേ രാവണ തേ പുത്രാഹ, അങ്ങയുടെ പുത്രന്മാരും പൗത്രാഹ, അതായത് ഗ്രാൻഡ് ചിൽഡ്രനും പൗത്രന്മാരും ബാന്ധവ രാക്ഷസാഹ ച, ബന്ധുക്കളായ രാക്ഷസന്മാരും ഹത്വ, എല്ലാം മരിച്ചു ഇല്ലേ. പിന്നെ അക്ഷകുമാരൻ മരിച്ചു, കുറേ മക്കളുടെ മക്കളൊക്കെ മരിച്ചു, അനവധി രാക്ഷസന്മാർ മരിച്ചു. അസുരകുലം ഘാതയിത്വ, അസുരവംശത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇല്ലാതെയാക്കിയിട്ട് തവ ജീവിതേന അഭി, നിൻ്റെ ജീവിതം, അതായത് അങ്ങനെ ജീവിതം കൊണ്ടാവട്ടെ, രാജ്യേനാവ, അങ്ങനെ ഒരു രാജ്യം ലഭിച്ചിട്ടാവട്ടെ, സീതയാവ, സീതയെ കൊണ്ടാവട്ടെ, ജഡാത്മനാ ദേഹേനാവ, ഈ ജഡപ്രായമായ ദേഹം കൊണ്ടാവട്ടെ, കിം, എന്തു ഫലം, എല്ലാവരെയും കൊന്നു. ഇനിയിപ്പോൾ രാജ്യം കിട്ടിയിട്ടെന്താ, സീതയെ കിട്ടിയിട്ടെന്താ, സീതാം രാമായ പ്രയച്ഛ, സീത രാമന് തിരിച്ചു കൊടുക്കൂ. രാജ്യം വിഭീഷണേ ദേഹി, രാജ്യം വിഭീഷണൻ കൊടുക്കൂ. എന്നിട്ടോ ഇതൊക്കെ പറഞ്ഞാൽ ദേഷ്യം വരില്ലേ രാവണന്. മഹാബാഹോ ഹേ വീര മുനിഗണാശ്രയം രമ്യം വനം യാഹി, മുനികൾക്ക് ആശ്രയമായിട്ടുള്ള വളരെ മനോഹരമായ വനത്തിലേക്ക് പോയാലും, അതായത് വാനപ്രസ്ഥത്തിന് ഉപദേശിക്കണത് ആര്, കാലനേമി. അതായത് ഞാൻ അങ്ങ് പറയണ പോലെ വേണമെങ്കിൽ പ്രവർത്തിക്കാം, പക്ഷേ പിന്നെ ഞാൻ ജീവനോടെ തിരിച്ചു വരില്ല. കാരണം ഉറപ്പാ, കുറച്ച് കാലം മുമ്പേ അല്ലേ മാനിൻ്റെ വേഷം ധരിച്ച് എന്ന മാരീചൻ്റെ അവസ്ഥ നമ്മൾ കണ്ടത്, കൊന്നു. എനിക്കും അതേ അവസ്ഥ വരുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഹേ രാവണ, അങ്ങയുടെ പുത്രന്മാരും പൗത്രന്മാരും ബന്ധുക്കളായിട്ടുള്ള രാക്ഷസന്മാരും ഒക്കെ നശിച്ചു കഴിഞ്ഞു. അസുരവംശത്തെ മുഴുവനും നശിപ്പിച്ചതിന് ശേഷം അങ്ങ് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്താ ഒരു ഫലമുള്ളത്? രാജ്യം കൊണ്ടോ സീതയെ കൊണ്ടോ ഈ ജഡപ്രായമായയുടെ അങ്ങേ ശരീരം കൊണ്ട് തന്നെയോ അത് നശിക്കുമല്ലോ. എന്താ പിന്നെ കാര്യം? സീത രാമന് തിരിച്ചു കൊടുക്കൂ, രാജ്യം വിഭീഷണനെ ഏൽപ്പിക്കൂ. എന്നിട്ട് ഹേ വീര, ഈ മുനികളൊക്കെ ആശ്രയമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വനത്തെ നീ വേഗം ആശ്രയിക്കൂ പറഞ്ഞാൽ വാനപ്രസ്ഥത്തിന് പൊക്കോളൂ എന്ന് എല്ലാം ത്യജിച്ചിട്ട്. അതാണ് കാലനേമിയുടെ എന്ത് ഉപദേശം രാവണന്. പ്രിയം തേ കരവാണ്യേവ ന പ്രാണാൻ ധാരയാമ്യഹം മാരീചസ്യ യഥാരണ്യേ പൂരാഭൂൻ മൃഗരൂപിണഃ. മാരീചൻ്റെ അതേ വിധി എനിക്കുണ്ടാവും. തഥൈവ മേന സന്ദേഹം, സംശയമില്ല, സന്ദേഹോ ഭവിഷ്യതി ദശാനന ഹത്വാഹ പുത്രാ ഹതാഹ
ഇപ്പം തന്നെ എത്രയോ ആൾക്കാർ ഹത എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടവരായി. ഹതാഹ പുത്രാശ്ച പൗത്രാശ്ച ബാന്ധവ രാക്ഷസാശ്ചതേ, പുത്രപൗത്രന്മാരും ബന്ധുക്കളായിട്ടുള്ള രാക്ഷസന്മാരും എത്രയോ ആൾക്കാർ മരിച്ചു. ഘാതയിത്വാസുരകുലം, ഈ അസുരകുലത്തിനെ മുഴുവൻ നശിപ്പിച്ചിട്ട് ജീവിതേനാപിക്കും തവ, ജീവിച്ചിട്ട് എന്ത് കാര്യം? രാജ്യേന വാ സീതയാ വാ കിം ദേഹേന ജഡാത്മന, രാജ്യം കൊണ്ട് എന്ത് കാര്യം? സീതയെ കൊണ്ട് എന്ത് കാര്യം? ഈ ജഡ ശരീരം കൊണ്ട് എന്ത് കാര്യം? അത് നശിക്കില്ലേ? സീതാം പ്രയച്ഛ രാമായ, രാമൻ തിരിച്ചു കൊടുക്കൂ. രാജ്യം ദേഹി വിഭീഷണി, രാജ്യം വിഭീഷണനും കൊടുക്കൂ. എന്നിട്ട് വനം യാഹി മഹാബാഹോ, വനത്തിലേക്ക് പൊക്കോളൂ. എങ്ങനത്തെ വനം? രമ്യം മുനിഗണാശ്രയം, അതിമനോഹരമായിട്ടുള്ളതും മുനിഗണങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളതല്ല, കാട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറയും. ഇനി നമുക്ക് ചെയ്യാം. സ്നാത്വാ പ്രാതഃ ശുഭജലേ കൃത്വാ സന്ധ്യാദികാഃ ക്രിയാഃ തത ഏകാന്തമാശ്രിത്യ സുഖാസനപരിഗ്രഹ. പ്രാതഃ ശുഭജലേ സ്നാത്വ, പ്രാതക്കാലത്തിൽ നല്ല വെള്ളത്തിൽ കുളിച്ച് സസ്യാദികാഃ ക്രിയാഃ കൃത്വ, സന്ധ്യാദികാഃ ക്രിയാഃ കൃത്വ, അതായത് സന്ധ്യാകാലത്തെ സന്ധ്യാവന്ദനമൊക്കെ ചെയ്തിട്ട് തതഃ ഏകാന്തം ആശിത്യ, ഒറ്റയ്ക്ക് തന്നെ ഏകാഗിയായിട്ട് സുഖാസന പരിഗ്രഹ, സുഖമായ ആസനത്തിൽ ഇരുന്നു കൊണ്ട്. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ കേട്ടോ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്താ പറഞ്ഞാൽ കാലത്ത് നല്ല ശുദ്ധജലത്തിൽ കുളിയും സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത ശേഷം ഏകാന്തത്തിൽ, ഒറ്റയ്ക്ക് ആരുമില്ലാത്ത സ്ഥലത്ത് ഏകനായിട്ട് ഏകാന്തത്തിൽ സുഖാസനത്തിൽ ഇരുന്നിട്ട്, അതാണ് ആദ്യത്തെ. സ്നാത്വാ പ്രാതഃ ശുഭജലേ കൃത്വാ സന്ധ്യാദികാഃ ക്രിയാഃ തത ഏകാന്തമാശ്രിത്യ സുഖാസനപരിഗ്രഹ വിസൃജ്യ സർവതഃ സംഗമിതരാൻ വിഷയാൻ ബഹി പ്രവൃത്താക്ഷഗണം ശനൈഃ പ്രത്യക്പ്രവാഹയ. എന്നിട്ടോ അങ്ങനെ സുഖമായ ആസനത്തിൽ ഇരുന്നിട്ട് സർവതഃ സംഘം വിസർജ്യ, എല്ലാത്തിൽ നിന്നുള്ള സംഘം അറ്റാച്ച്മെൻറ്റിനെ വിസർജിച്ച മീൻസ് കളഞ്ഞിട്ട്, അതായത് സർവസംഘ പരിത്യാഗിയായിട്ട് ബഹിഹി ഇതരാൻ വിഷയാൻ വിസർജ്യ, ബാഹ്യത്തിലുള്ള എല്ലാ വിഷയങ്ങളെയും വിട്ടിട്ട് ബഹിഹി പ്രവൃത്താക്ഷഗണം, അതായത് പുറത്തേക്ക് നോക്കുന്ന ഇന്ദ്രിയങ്ങളെ പ്രത്യക് പ്രവാഹയ, പതുക്കെ ആത്മാവിലേക്ക് ഉള്ളിലേക്ക് വലിച്ചാലും. അതായത് എന്താ വെച്ചിട്ടുണ്ടോ, ആദ്യം അഷ്ടാംഗയോഗ പറയണ ആസനം, പിന്നെ പറഞ്ഞില്ലേ നിയമങ്ങളൊക്കെ, ആദ്യം അതാണ് അല്ലേ. പിന്നെ അല്ലേ ആസനം, യമനിയമങ്ങളൊക്കെ അനുഷ്ഠിക്കുക, പിന്നെ ആസനം, പിന്നെ പ്രാണായാമം വെച്ചാൽ എല്ലാം അടക്കുക, ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി അകത്തൊക്കെ. പ്രത്യാഹാരം എന്താ? ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുക. പ്രത്യാഹാരമാണ് ഇപ്പോൾ പറഞ്ഞത്. പ്രത്യക് പ്രവാഹയ. അപ്പോൾ ഇതിലെന്താ പറഞ്ഞു വെച്ചാൽ അങ്ങനെ കാലത്ത് ശുദ്ധജലത്തിൽ കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ഏകാന്തത്തിൽ സുഖാസനത്തിലിരുന്ന് സർവസംഘപരിത്യാഗിയായിട്ട് അതായത് ബഹിർവിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി മനസ്സിനെ പ്രത്യേകാത്മാവിലേക്ക്, അതാണ് മെല്ലെ സഞ്ചരിപ്പിക്കുക മനസ്സിനെ പ്രത്യേകാത്മാവിലേക്ക്. അതാണ് പ്രത്യക് പ്രവാഹയ എന്ന് പറഞ്ഞത്. അതായത് മന്ദം പതുക്കെ പ്രത്യേകാത്മാവിലേക്ക് മനസ്സിനെ പ്രവഹിച്ചാലും, അതാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇവിടെ നിർത്താൻ കാരണം സമയമായി. അപ്പം ഞാൻ 48 വായിച്ച് ഈ ധ്യാനവും ധാരണയൊക്കെ നമ്മുടെ അഷ്ടാംഗയോഗം ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യാഹാരം വരെ ആയി നമ്മൾ കേട്ടോ. അപ്പോൾ ഞാൻ 48 വായിച്ചിട്ട് നിർത്താം. വിസൃജ്യ സർവത സംഗമിതരാൻ വിഷയാൻ ബഹി പ്രവൃത്താക്ഷഗണം ശനൈഃ പ്രത്യക് പ്രവാഹയാ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.